മംഗളവാർത്ത തിരുനാളിൻ്റെ ഒരുക്കമായുള്ള പ്രാർത്ഥന നിങ്ങൾക്കായി ഞാൻ വീഡിയോയിൽ വിടുന്നുണ്ട്. നിങ്ങളത് ചൊല്ലണം. 10 ദിവസമാണ് ചൊല്ലേണ്ടത്. 9 ദിവസമായാലും വിരോധമില്ല. നിങ്ങൾക്ക് 25-ാം തീയതി വരെ നിങ്ങളത് ചെയ്യണം. 24-ാം തീയതി രാത്രിയിൽ 3 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ ചെയ്തു തരും എന്നാണ് പറയപ്പെടുന്നത്. പരിശുദ്ധ അമ്മ വീട്ടിലെ കുറവുകൾ പെട്ടെന്ന് കണ്ടെത്തും. അതാണല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ നടന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഈശോയോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം അവിടെ ചെന്നുവെങ്കിലും പിന്നാമ്പുറത്തൂടെ പോയി അവിടുത്തെ അടുക്കള വിശേഷങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കുകയും അതനുസരിച്ച് അമ്മ ആരോടൊന്നും സംസാരിച്ച് സമയം കളയാതെ അവർക്കുള്ള കുറവുകൾ മനസ്സിലാക്കി മകനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല കേട്ടോ എന്ന്. അപ്പോൾ ഈശോ പറയാണ്, എനിക്ക് നിനക്ക് എന്ത്, അവരവരുടെ കാര്യം നോക്കിക്കോളും എന്ന് ഉള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. അമ്മ തിരിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അമ്മ എന്താ ചെയ്തേ? അമ്മ അവിടെ നിന്ന പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. അത്രമാത്രമേ പരിശുദ്ധ അമ്മ പറഞ്ഞുള്ളൂ. ഇന്നും പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് മക്കളെ. അവൻ പറയുന്നത് എന്താന്ന് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. പരിശുദ്ധമ്മ അതാ ചെയ്തത്. അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണ്. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. നമുക്കറിയാവുന്നതുപോലെ മംഗളവാർത്തയായി തീർന്ന അമ്മ ദൂതൻ്റെ ആ കൽപ്പനയും ദൂതൻ്റെ അറിയിപ്പും ദൈവത്തിൻ്റെ സ്വരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അടയാള സഹിതം കിട്ടിയപ്പോൾ അവിടേക്ക് ധൃതിയിൽ എത്രയോ വേഗത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് സുവിശേഷം പറയുക. അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേ? തൻ്റെ ഇളയമ്മ, അമ്മയില്ല, മരിച്ചുപോയി, അമ്മയുടെ അനിയത്തി, ഇളയമ്മയായ എലീശായെ അഭിവാദനം ചെയ്തു, ആലിംഗനം ചെയ്തു. ആ സമയത്ത് ഇളയമ്മയുടെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി. അവൾക്കിത് 6-ാം മാസമാണ് എന്ന് ദൂതൻ അറിയിച്ചിരുന്നു. അതാ അമ്മ പറയുകയാണ്, എലിശമ്മ പറയുകയാണ്, ഇതാ എൻ്റെ ഉദരത്തിൽ നിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പ്രജ കുതിച്ചു ചാടിയെന്ന്. കൃത്യമായ തെളിവ് കിട്ടിയില്ലേ മക്കളെ? അടയാള സഹിതം ഈശോയിൽ വിശ്വസിക്കുവാൻ ദൂതൻ കൊടുത്ത ആ തിരുവചനം കൃത്യമായും മനസ്സിലാക്കാനും വിശ്വസിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഇതുവഴി സന്തോഷവതിയായ പരിശുദ്ധ അമ്മ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് അവിടെ വെച്ച്. അവർ രണ്ടുപേരും കൂടെ ദൈവത്തെ പ്രകീർത്തിച്ച് ചൊല്ലുന്ന സങ്കീർത്തന ഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ തുടർന്ന് മാഗ്നിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുക. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ എൻ്റെ ആത്മാവ് ആനന്ദിക്കുന്നു. തലമുറകൾ തോറും അവൻ ചെയ്ത കാര്യങ്ങൾ പ്രകീർത്തിക്കപ്പെടും. പാവപ്പെട്ടവരെ അല്ലെങ്കിൽ അഹങ്കാരികളെ തട്ടിമറിച്ചിട്ട് എളിയവരെ അവിടുന്ന് ഉയർത്തി. അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്ന 2-3 കാര്യങ്ങൾ അമ്മ ഒരു സ്തോത്രഗീതമായിട്ട് അവിടെ പാടുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ അതാണ് ഓർമ്മിക്കേണ്ടത്. തിടുക്കത്തിൽ യാത്ര ചെയ്ത പരിശുദ്ധ അമ്മ മംഗളവാർത്ത അറിയിക്കുവാൻ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരായി നാം മാറണം.
ഈശോയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അറിയിക്കുവാൻ നമ്മെ തിരഞ്ഞെടുത്തു. മാമദീസ വഴി അവിടുത്തെ പുത്രനാക്കി, പുത്രിയാക്കി, അതിനുശേഷം എല്ലാ കൂദാശകളിലൂടെയും നമുക്ക് പ്രസാദവരം തന്നു. ഓരോ ദിവസവും പ്രവർത്തക വരപ്രസാദം തരുവാൻ അവിടുന്ന് ഇതാ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മെ ചലിപ്പിക്കുകയാണ്. ഡ്രൈവർ വണ്ടി കൊണ്ടുപോകുന്നത് പോലെ ഡ്രൈവ് ചെയ്യുന്നു. നിറയെ ആൾക്കാരുള്ള തീവണ്ടിയുടെ അറ്റത്തിരിക്കുന്ന ഡ്രൈവറെ കാണാനൊന്നുമില്ല. അപ്പോൾ എല്ലാ ബോഗിയിലും ഇരിക്കുന്നവർ യഥാർത്ഥ സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തത്. നമ്മൾ അങ്ങനെ തന്നെയാണ്. ഡ്രൈവറെ കാണുന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമെന്നാണ് അവിടുന്ന് പറയുന്നത്. ചെയ്താൽ ഇത് തന്നെ അമ്മയ്ക്കും പറയാനുള്ളൂ. അതിനുള്ള കൃപാവരം ഈശോയോട് തന്നെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. പരിശുദ്ധ അമ്മയും നമ്മളെ സഹായിക്കും. പുത്രനോട് ഓരോ നിമിഷവും നമ്മുടെ കുറവ് എന്താണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്ത് അത് ചെയ്യാനുള്ള പ്രവർത്തക വരപ്രസാദത്തിനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി അവിടെ ഒരു നിഴല് പോലെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ മകൾക്ക്, എൻ്റെ കുഞ്ഞിന് ഇത് ചെയ്തു കൊടുക്കണേ ഈശോയെ. ഇവൾക്ക് ഇന്നത്തെ ദിവസം വേണ്ടത് ഇതാണ്, നാളെ അവൾക്ക് വേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നന്ന് അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പം അത് തന്നെ ചൊല്ലാൻ നമുക്ക് ഹൃദയത്തിലൊരു അഭിനിവേശം, തീക്ഷ്ണതയും ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്കുണ്ടാവണം. വീട്ടിലൊക്കെ അമ്മയല്ലേ നമ്മളെ സഹായിക്കുക. നമ്മൾ മടിച്ചു നിൽക്കുമ്പം അമ്മയല്ലേ ഒരു പ്രവർത്തക വരപ്രസാദം പോലെ, ഇവൾക്ക് സ്കൂളിൽ പോകാൻ ഉടുപ്പില്ല കേട്ടോ, നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കണേ, ഒരു സഞ്ചി വാങ്ങിക്കൊടുക്കണേ എന്നൊക്കെ ഒരു മധ്യസ്ഥം വഹിച്ച് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ഈ ലോകത്തിന് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മേ, അങ്ങയുടെ മംഗളവാർത്ത തിരുനാൾ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുവാൻ അമ്മ തയ്യാറാണല്ലോ. അത് ഈശോയോട് പറയുവാൻ കനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അമ്മ എലീശായെ സന്ദർശിച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിലും സന്ദർശിച്ച് ഞങ്ങളിലെല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.